നമ്മളിന്ന് ചങ്ങാതിമാരെ നമ്മളിന്ന് വഴിയോരത്തിൻ്റെ ഒരു സമരപ്പന്തലിലാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3-ാം ദിവസമാണ്. ഈ 3-ാം ദിവസം നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് ബാക്ക് സൈഡാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഈസ്റ്റ് കോട്ട് റോഡിലാണ്. ഇവിടെ ഇരിപ്പുണ്ട് ചങ്ങാതിമാർ 3 പേര് ഇരിപ്പുണ്ട്. ഇവിടെ ഈസ്റ്റ് കോട്ട് സൈഡാണ്. ഈസ്റ്റ് കോട്ടിൻ്റെ ബസ് റൂട്ടാണിത്, ബസ് സ്റ്റാൻഡാണിത്. ഇത് അയ്യപ്പൻ കോവിലാണ്, ഗണപതി കോവിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഗണപതി കോവിലാണ്, ഈ കാണുന്നത് ഗണപതി കോവിലാണ്. സൂചിത് കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ സമരപന്തലിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് നമ്മൾ സമരം ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് ഈ നയനാർ പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ പാർക്കിൽ ഇരുന്ന് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തുണിയൊക്കെ വെച്ച് ഇട്ടുകൊണ്ടിരുന്ന ഇവിടെ നിറയെ കടകളുണ്ടായിരുന്നു. എല്ലാ കടകളും ഒറ്റ ദിവസം, അതും പകൽ വരാതെ പകൽ മാലിന്യന്മാർ രാത്രി കൊള്ള ചെയ്യുകയായിരുന്നു. പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരുടെ കുറേ സാധനങ്ങളെല്ലാം കടകളിട്ടിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരടക്കം വരുന്ന കുറേ ഗുണ്ടകൾ വന്ന് അടിച്ചു മാറ്റി എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയി തിരിച്ച് ചോദിച്ചിട്ട് അത് കൊടുത്തതുമില്ല. ആ വഴിയോര കച്ചവടക്കാരെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് മുൻ സൂചന കൊടുക്കണം. ഒഴിപ്പിക്കുന്നതിന് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ സൂചന കൊടുക്കണം. കൊടുത്തിട്ട് അവർക്ക് അതായത് മാറ്റി പാർപ്പിക്കുക, പുനരധിവസിപ്പിച്ച് കൊണ്ടുള്ള അവരുടെ കച്ചവടങ്ങൾക്ക് തടസ്സമില്ലാതെ അധിവസിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നിയമവശമുണ്ട്. എന്നിരുന്നിട്ട് പോലും ഒരു വാക്കുപോലും അവരോട് പറയാതെ രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയം നോക്കി അവരുടെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോയ തിരുവനന്തപുരം കോർപ്പറേഷനോട് വലിയൊരു ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും നാണംകെട്ട ഏർപ്പാട് നമ്മുടെ കോർപ്പറേഷനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ കോർപ്പറേഷൻ അത് ചെയ്തതിന് എതിരെയാണ് പ്രക്ഷോഭവുമായിട്ട് നമ്മൾ ഇന്ന് 3 ദിവസമായി സമരത്തിന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിതിന് എന്തായാലും ന്യായവിധി അല്ലെങ്കിൽ നമുക്കൊരു അനുചിതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയോളം ഈ സമരം തുടരുക തന്നെ ചെയ്യും. അല്ല ഇതിന് ഇനി അവസാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മളെപ്പോലുള്ള ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാർ ഈ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം ഞാനും ഉണ്ടാകും, അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുവാൻ വേറെ വശങ്ങളൊന്നുമില്ല. പഠിപ്പും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്തവരും വിദ്യാഭ്യാസം അങ്ങേയറ്റം നല്ല വിദ്യാഭ്യാസമുള്ളവർക്കും പഠിച്ചതിൻ്റേതായിട്ടുള്ള ഗുണമേന്മകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് അതിൻ്റെ തക്കതായിട്ടുള്ള ജോലികളൊന്നും കിട്ടാത്തത് കാരണം അവർ കക്കാനോ മോഷ്ടിക്കാനോ വ്യഭിചരിക്കാനോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനോ ഒന്നും പോകാണ്ട് കൊല്ലും കൊലയൊന്നും ചെയ്യാണ്ട് ഈ വഴിയോരങ്ങളിൽ വഴി തടസ്സമുണ്ടാക്കാതെ സൈഡിൽ അവരുടേതായിട്ടുള്ള 500-1000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 10-200-300 രൂപ ദിവസവേതനം അവിടെ ജീവിത മാർഗമായി കണ്ട് അവരത് നിത്യേന രോഗികളുണ്ട്. ഈ കൂട്ടത്തിലൊക്കെ നിത്യേന രോഗികളുണ്ട്, വനിതകളുണ്ട്. ഈ വനിതകളുടെയൊക്കെ ഹസ്ബൻഡൊക്കെ ചിലപ്പോൾ മരിച്ചു പോയവരാക്കാം, അല്ലെങ്കിൽ രോഗികളായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിലോട്ട് ഒത്തിരി പേര് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഒഴിപ്പിക്കൽ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായിട്ടാണ് നമ്മളുടെ ഈ കുത്തിയിരിപ്പ് രാപ്പകൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്.